വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പു നൽകുന്നു. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജനസാക്ഷ്യം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന അദാലത്ത് മലപ്പുറത്ത് നടന്നു. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധിയായ പരാതികൾ അദാലത്തിൽ തീർപ്പാക്കി. ഓപ്പറേഷൻ തൂഫാൻ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച MDMA-യുമായി 2 പേർ പിടിയിൽ. ചോക്കാട് സ്വദേശികളെയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. വണ്ടൂർ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തിയതിന്റെ ക്രെഡിറ്റ് എടുക്കുവാൻ തർക്കം. വ്യാപാരി വ്യവസായി സമിതിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ലോട്ടറി തൊഴിലാളിയെ പറ്റിച്ചു. 7000 രൂപ വ്യാജ ടിക്കറ്റ് നൽകി കൈപ്പറ്റി. വണ്ടൂരിലെ ലോട്ടറി തൊഴിലാളി സോമസുന്ദരനാണ് പറ്റിക്കപ്പെട്ടത്. വിശദമായ വാർത്തകളിലേക്കാണ്. ജനസാക്ഷ്യം അദാലത്തിൽ ലഭിച്ച പരാതികൾ വേഗം തീർപ്പാക്കണമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ചേർന്ന് പൊതുജന പരാതി പരിഹാരത്തിനായി നടത്തുന്ന ജനസാക്ഷ്യം അദാലത്ത് ആനക്കയം ബിസ്മി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. സാങ്കേതികത്വത്തിന്റെ പേരിൽ അർഹരായവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ജില്ലാ പഞ്ചായത്തും ജില്ലാ കളക്ടറും മുൻകൈയെടുത്ത് നടത്തുന്ന അദാലത്ത് അഭിനന്ദനാർഹമാണെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ജനകീയ അദാലത്തുകൾ ജനങ്ങളുടെ പ്രശ്നത്തിന് സഹായകരമായിരുന്നുവെന്നും പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങളും സഹായങ്ങളും ലഭിക്കുന്നതിന് തടസ്സമായി നിന്ന സാങ്കേതികത്വങ്ങളും കാലഹരണപ്പെട്ട നിയമങ്ങളും അന്ന് മന്ത്രിസഭ ചർച്ച ചെയ്ത് ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും ഉതകുന്ന വിധം പരിഷ്കരിച്ചിരുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിരാലംബരും നിസ്സഹായരും ഭിന്നശേഷിക്കാരും മാനസിക വെല്ലുവിളി നേരിടുന്നവരുമായ ആളുകളുടെ പരാതികൾക്ക് അടിയന്തരമായി പരിഹാരം കാണുന്നതിനുള്ള മനസ്സ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും നടത്തുന്ന ജനസാക്ഷ്യം അദാലത്ത് ജില്ലയിലൊരു മാറ്റത്തിന്റെ തുടക്കമാണെന്നും ജില്ലയുടെ മറ്റ് ഡിവിഷനുകളിലും അദാലത്ത് സംഘടിപ്പിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജിയും പറഞ്ഞു.
ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ നേതൃത്വത്തിൽ ADM, സബ് കളക്ടർ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ, വകുപ്പ് ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരാതികൾ പരിശോധിച്ചത്. അദാലത്തിൽ 387 പരാതികൾ ലഭിച്ചു. പരാതികൾ അതിവേഗം തീർപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. ADM സാധിക് PO, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന നിയാസി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK അസ്ലു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT അജ്മൽ, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജുല പൊലത്തൊടി, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ KV മുഹമ്മദ് അലി, യാസ്മിൻ അരിമ്പ്ര, മുസ്തഫ അബ്ദുൾ ലത്തീഫ്, PH ഷമീം, ജയ്സൽ എളമരം, C സുകുമാരൻ, ഫൗസിയ M, KP അസ്മാബി, സാജിദ ടീച്ചർ, PH ഐഷ ബാനു, മെഹറുനീസ, ആനക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് T ബുഷറ, വൈസ് പ്രസിഡന്റ് CK ഷിഹാബ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖദീജ PT തുടങ്ങിയവർ പങ്കെടുത്തു. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച MDMA-യുമായി 2 യുവാക്കളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 2.55 ഗ്രാം MDMA-യുമായി ചോക്കാട് പരുത്തിപ്പറ്റ സ്വദേശികളായ നീലാംബ്ര റിയാസ്, സുഹൃത്തും അയൽവാസിയുമായ ഇല്ലിക്കൽ ഷിഹാദ് എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ TM നിതീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ ഡിവൈഎസ്പി VK വിശ്വംഭരൻ നായർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ ചോക്കാട് പരുത്തിപ്പറ്റയിലുള്ള റിയാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നുമാണ് MDMA-യുമായി പ്രതികൾ പിടിയിലാകുന്നത്. ചെറിയ പാക്കറ്റുകളിലാക്കി MDMA ക്രമീകരിക്കുന്ന സമയത്താണ് പോലീസ് പരിശോധനയ്ക്കായി വീട്ടിൽ എത്തിയത്. 1000 രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് ഇവർ വിൽപ്പന നടത്തി വന്നിരുന്നത്. മുൻപ് MDMA കേസുകളിൽ ഉൾപ്പെട്ട റിയാസിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. മലയോര മേഖലയിൽ രാസലഹരി വിതരണം ചെയ്യുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് അറസ്റ്റിലായതെന്ന് പോലീസ് പറഞ്ഞു. ഇവർക്ക് മയക്കുമരുന്ന് ലഭിച്ചതിന്റെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് MDMA വിൽപ്പനയിലൂടെ ലഭിച്ച 8000 രൂപയും മയക്കുമരുന്ന് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മേഖലയിൽ വരും നാളുകളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ASI മുഹമ്മദ് അസ്ലം, CPO ഷാജിർ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, നിബിൻ ദാസ് T, ജിയോ ജേക്കബ്, സാബിർ അലി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വണ്ടൂർ ടൗണിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ട്രാഫിക് നിർദ്ദേശക സമിതിയൊക്കെ ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ താൽക്കാലികമായ പരിഹാര നടപടികൾ സ്വീകരിച്ചിരുന്നു. ഈ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻകൈയെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപാരി സംഘടനകൾക്കിടയിൽ ഇപ്പോൾ തർക്കം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായി സമിതി ഈ ഗതാഗത കുരുക്ക് അയക്കുന്നതിന് വേണ്ടി നിവേദനങ്ങളടക്കം നൽകി മുൻപന്തിയിൽ പ്രവർത്തിച്ചത് തങ്ങളാണെന്ന വാദവുമായി മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ഇതിനെതിരെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ഒരു സംഘടനയുടെ മാത്രം ക്രെഡിറ്റ് അല്ലെന്നും എല്ലാവരും ചേർന്ന് കൂട്ടായി എടുത്ത തീരുമാനമാണെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്നത്. ഇങ്ങനെ ഇതിന്റെ ക്രെഡിറ്റ് സ്വയം ഏറ്റെടുക്കുവാനുള്ള ശ്രമം അപലപനീയമാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ തുറന്നടിച്ചു. വണ്ടൂർ ടൗണിന്റെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ജനങ്ങളും വ്യാപാരികളും നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇവിടുത്തെ രൂക്ഷമായ ഗതാഗത കുരുക്ക്. ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിരന്തരമായി പഞ്ചായത്ത് അധികൃതർക്കും പോലീസ് സ്റ്റേഷനിലും PWD വിഭാഗത്തിലും പരാതികൾ നൽകിയിരുന്നു. അന്നത്തെ MLA-ക്കും നിലവിലെ മന്ത്രിക്കും ഉൾപ്പെടെ നിരവധി തവണ സംഘടന നേരിട്ട് പരാതി നൽകിയിട്ടുള്ളതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതേ തുടർന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുകയുമുണ്ടായി. ഈ യോഗത്തിൽ വണ്ടൂരിലെ 2 പ്രധാന വ്യാപാര സംഘടനകൾ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ, ട്രോമ കെയർ തുടങ്ങിയ വിവിധ ജനകീയ വ്യാപാര സംഘടനകൾ പങ്കെടുത്തു. എല്ലാവരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഉയർന്നു വന്ന പൊതുവായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വണ്ടൂരിൽ പുതിയ ട്രാഫിക് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളതെന്നും എന്നാൽ ഈ കൂട്ടായ തീരുമാനത്തിന്റെ ഫലമായി ഉണ്ടായ നേട്ടങ്ങളുടെ ഉത്തരവാദിത്വവും ക്രെഡിറ്റും തങ്ങളുടെ സംഘടനയുടെ മാത്രം ഇടപെടൽ കൊണ്ടുണ്ടായതാണെന്ന് അവകാശപ്പെട്ട് ഒരു വിഭാഗം രംഗത്ത് വരുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2 വ്യാപാര സംഘടനകളും ബസ് ഓണേഴ്സ് അസോസിയേഷനും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷനും ട്രോമ കെയർ അടക്കമുള്ള സംഘടനകളുടെ മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വണ്ടൂരിലെ നിലവിലെ ട്രാഫിക് സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ഒരു സംഘടന ഈ ട്രാഫിക്
പിന്നെ ഈ ട്രാഫിക് സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ സംഘടന ഇടപെട്ട് നേടിയെടുത്തതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. ഇത് തീർത്തും അപലപനീയമാണ്. കാരണം ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ രൂക്ഷമായ ഈ ഘട്ടത്തിൽ ഇതിൽ നിന്നും വണ്ടൂരിലെ വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും മോചനം ഉണ്ടാകുന്നതിന് വേണ്ടി വണ്ടൂരുമായി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ, അതിൽ വ്യാപാര സംഘടനകളുണ്ട്, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ട്. നിരവധി സംഘടനകൾ നിരവധി തവണ പരാതി കൊടുത്തതിൻ്റെ ഫലമായാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിന് മുന്നിട്ടിറങ്ങുകയും ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ഒരു മീറ്റിംഗ് വിളിച്ച് അതിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ട്രാഫിക് സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു സംഘടന ശ്രമിക്കുകയുണ്ടായി എന്നത് തീർത്തും വളരെയധികം അപലപനീയമാണ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വണ്ടൂരിലെ വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഈ വലിയ നേട്ടത്തിന് പിന്നിൽ ഒട്ടനവധി സംഘടനകളുടെയും അധികൃതരുടെയും നിരന്തരമായ ശ്രമങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങൾ അംഗീകരിക്കുവാൻ കഴിയില്ലെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി യൂസഫ് തെന്നാടൻ, ട്രഷറർ മുജീബ് അലിസൺ എന്നിവർ പറഞ്ഞു. എന്തായാലും വ്യാപാരികൾ തമ്മിൽ വണ്ടൂരിൽ ഇങ്ങനെ ഒരു തർക്കം രൂക്ഷമായി തുടരുകയാണ്. മറ്റൊന്നുമല്ല, ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയത് തങ്ങളാണെന്ന അവകാശവാദവുമായാണ് ഇപ്പോൾ വ്യാപാരികൾ രംഗത്ത് വരുന്നത്. ആര് തന്നെ ശ്രമം നടത്തിയാലും, ആര് തന്നെ അതിന് മുൻപന്തിയിൽ പ്രവർത്തിച്ചാലും അത് നഗരത്തിലെ കുരുക്കഴിക്കുക, താൽക്കാലികമായ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകപ്പെട്ട സംസ്ഥാന പാതയിലെ ഗതാഗത കുരുക്കിന് ഒരു താൽക്കാലിക പരിഹാരമാക്കുക എന്ന് തന്നെയാണ്. അതിൽ എല്ലാവർക്കും മുൻപിൽ നിന്ന് പ്രവർത്തിക്കാവുന്നതാണ്. അതിനൊക്കെ തന്നെയാണല്ലോ വ്യാപാരി സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത്. എന്നാൽ കൂട്ടായി എടുത്ത തീരുമാനം തന്നെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് എടുത്തൊരു ചർച്ചയുടെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതിൽ പലരും മുൻപ് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളെയൊക്കെ അഭിനന്ദിക്കേണ്ടതും തന്നെയാണ്. എന്നാൽ അത് ഒരു വ്യാപാരികൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നത് ആ സംഘടനയുടെ ഭാരവാഹികൾ തന്നെയാണ് വിലയിരുത്തേണ്ടത്. വണ്ടൂർ നടുവത്ത് സ്വദേശിയായ ലോട്ടറി തൊഴിലാളിയെ വ്യാജ ലോട്ടറി നൽകി പറ്റിച്ചു. ഹൃദ്രോഗി കൂടിയായ വാഴക്കാട്ടിൽ സോമസുന്ദരൻ എന്ന ലോട്ടറി തൊഴിലാളിയാണ് കബളിപ്പിക്കപ്പെട്ടത്. സമ്മാനാർഹമായ ടിക്കറ്റ് മാറി നൽകാമെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിൽ തിരുത്തൽ വരുത്തിയ വ്യാജ ടിക്കറ്റുകൾ നൽകി 7000 രൂപയാണ് ഇദ്ദേഹത്തിൽ നിന്നും പറ്റിച്ചത്. കക്കുളത്ത് വെച്ച് ലോട്ടറി വിൽപ്പന നടത്തി വരികയായിരുന്ന സോമസുന്ദരത്തെ 45ഓളം വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ സമീപിക്കുകയായിരുന്നു. തന്റെ കൈവശം കഴിഞ്ഞ 8-ാം തീയതി നറുക്കെടുത്ത ധനലക്ഷ്മി ലോട്ടറിയുടെ സമ്മാനാർഹമായ ടിക്കറ്റ് ഉണ്ടെന്നും അത് മാറി നൽകാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്പറുകളിൽ തിരുത്തൽ വരുത്തിയ വ്യാജ ടിക്കറ്റുകളാണ് തട്ടിപ്പുകാരൻ സോമസുന്ദരന് നൽകിയത്. 1000 രൂപ സമ്മാനം ലഭിച്ച 7 ടിക്കറ്റുകൾ നൽകിയ ഇയാൾ പകരം സോമസുന്ദരന്റെ കൈവശമുണ്ടായിരുന്ന 4000 രൂപയുടെ പുതിയ ലോട്ടറി ടിക്കറ്റുകളും 3000 രൂപയും പണവുമായി ആകെ 7000 രൂപ കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് 1000 പ്രൈസ് നിങ്ങളടുത്ത് മാറ്റാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എത്ര ടിക്കറ്റ് ഉണ്ട് കയ്യിൽ? അപ്പോൾ എൻ്റെ അടുത്ത് 4000 റുപ്യൻ്റെ ടിക്കറ്റും 3000 റുപ്യ പൈസയായിട്ട് അയാൾ കഴിഞ്ഞ 8-ാം തീയതി നറുക്കെടുത്ത ധനലക്ഷ്മി ലോട്ടറിയിലെ 1783 എന്നുള്ള നമ്പർ 88 നമ്പർ 83 തിരിച്ചിട്ട് അത് കമ്പ്യൂട്ടറിൽ മാറ്റിയതെന്നാണ് പറയുന്നത്. ആ നമ്പർ അങ്ങനെ 7 ടിക്കറ്റിൻ്റെ അടുത്ത് തന്ന് എൻ്റെ അടുത്തുണ്ടായിരുന്ന ടിക്കറ്റ് 4000 റുപ്യൻ്റെ ടിക്കറ്റ് 3000 റുപ്യ ക്യാഷും വാങ്ങി അയാളിന്ന് 7000 റുപ്യ പറ്റിച്ച് കടന്നു കളഞ്ഞു. അപ്പോൾ ഞാനിത് പറയുന്നത് ഇന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ലോട്ടറിക്കാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ടിക്കറ്റ് ബാക്കിയായിട്ടും കടക്കണിയിലും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഇന്ന് ഇങ്ങനത്തെ ആളുകൾ ഞങ്ങളെ പറ്റിച്ചാൽ ഞങ്ങൾക്കതിന് വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഇന്ന് കൊടുക്കേണ്ട ടിക്കറ്റിൻ്റെ പൈസ എനിക്ക് നഷ്ടമാണ്. അപ്പം നഷ്ടം 7000 റുപ്യ. അപ്പോൾ ഇനി എന്നെ പോലുള്ള ആളുകൾ ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടും വഴിയോരത്തുകൂടെ നടന്നു പോകുന്ന ആളുകൾ ഒരു 500 രൂപേൻ്റെ മേലെ പ്രൈസ് മാറ്റാൻ തരുമ്പോൾ ഒരിക്കലും നിങ്ങളത് കൈപ്പറ്റരുത്. 500ൻ്റെ മുകളിൽ ടിക്കറ്റ് തരികയാണെങ്കിൽ പൈസ ഇല്ലാതെ തന്നെ പറഞ്ഞ പോലെ ഒഴിവാക്കുക. അത് നമ്മളെപ്പോലത്തെ പാവങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഈ സമൂഹത്തിലുള്ളത്. ഇതിന് സർക്കാരിനോ ഇന്ന് നഷ്ടപ്പെട്ട സർക്കാരോ അല്ലെങ്കിൽ വേറെ ആരും ഞങ്ങൾക്ക് തരാമല്ല. ഞങ്ങൾക്ക് ലോണോ ഒന്നും കിട്ടാൻ പോകല്ല. വട്ടിക്കും പലിശക്കുമായിട്ടാണ് ഞങ്ങൾ ഇതിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാർഗം കാണാൻ എന്ത് ചെയ്യണം? അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് സമൂഹവും
സർക്കാർ എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു തരണം. പണം കടമെടുത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന തങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട തൊഴിലാളികളെ ഇത്തരക്കാർ വഞ്ചിക്കുന്നത് വലിയ ദുരിതമാണെന്ന് സോമസുന്ദരൻ പറഞ്ഞു. ലോട്ടറി വിറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കുവാൻ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം പ്രവണതകൾക്കെതിരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകണമെന്നുമാണ് പ്രാദേശിക ലോട്ടറി തൊഴിലാളികളുടെയും ആവശ്യം. ഇയാൾ വണ്ടൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. വലിയ കഷ്ടമാണ്. സാധാരണ ആളുകളാണ് അവർ. ഈ ലോട്ടറി വിറ്റ് കിട്ടുന്ന തുച്ഛമായ അതിൻ്റെ ലാഭവിഹിതമാണ് അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോട്ടറിയിൽ വലിയ ലാഭമൊന്നുമില്ല. ഒരു ദിവസം വിൽക്കുന്ന ലോട്ടറികളുടെ എണ്ണത്തിന് പരിമിതിയുണ്ട്. അപ്പോൾ അതൊക്കെ വിറ്റ് കിട്ടുന്ന അത്തരം തൊഴിലാളികളെയൊക്കെ ഇങ്ങനെയൊക്കെ കബളിപ്പിച്ച് ആ പണം ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ എങ്ങനെയൊക്കെ അത് ഗുണകരമാകുമെന്ന് അവരവർ സ്വയം ചിന്തിക്കേണ്ടതാണ്. പക്ഷേ പറ്റിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ ഏത് രീതിയിലും ആ ശ്രമം അവർ നടത്തും. എന്തായാലും ഇത്തരം പാവപ്പെട്ട ആളുകളെ, ഇത്തരം ഹൃദ്രോഗി കൂടിയ ഒരാളാണ് സോമസുന്ദരം എന്ന് പറയുന്നു. എന്തായാലും പോലീസിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടത്തി ഈ കബളിപ്പിക്കൽ നടത്തിയ വ്യക്തിയെ കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സോമസുന്ദരം പറയുന്നൊരു മുന്നറിയിപ്പ് ഇതാണ്: ലോട്ടറി വിൽക്കുന്ന സാധാരണക്കാരായ ആളുകൾ 500 രൂപയിൽ കൂടുതലുള്ള ഒരു സമ്മാനാർഹമായ ടിക്കറ്റുകളും മാറ്റി നൽകരുതെന്നും പണം തങ്ങളുടെ കയ്യിലില്ല എന്ന് പറയണമെന്ന് തന്നെ. അത് നല്ലൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം 7000 രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. അതായത് 3000 രൂപ കാശായിട്ടും നൽകി, ബാക്കി 4000 രൂപയുടെ ടിക്കറ്റുകളും നൽകി. അപ്പോൾ 7000 രൂപ ഒരു തൊഴിലാളിക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു മാസം അദ്ദേഹം നടന്ന് ലോട്ടറി വിറ്റാൽ കിട്ടുന്ന ലാഭത്തിൻ്റെ അത്രമാത്രമായിരിക്കും ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ എന്തായാലും കഷ്ടം തന്നെയാണ് ആ കാര്യം. പോലീസ് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മലപ്പുറം ജില്ലാ സഹകരണ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ 4ാം തരം തുല്യത, 7ാം തരം തുല്യത, അടിസ്ഥാന സാക്ഷരതാ പഠിതാക്കളുടെ മികവുത്സവം സംഘടിപ്പിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമൃത കെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് എൻ്റെ സ്വന്തം പഞ്ചായത്തിലാണ്, പോരൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ആ പരിപാടിയിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. ആ പരിപാടി വളരെയധികം നല്ല വിധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ തന്നെ നമ്മളെ സ്കൂളിൽ വന്നിട്ട് പഠിക്കുന്ന 1-2 കുട്ടികളെ അവിടെ വെച്ച് നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഞാൻ എപ്പോഴും പറയും, നമ്മളെ മലയാളത്തിൽ, നമ്മളെ നാട്ടിലുള്ള കുട്ടികൾ എഴുതുന്നതിനേക്കാൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ മലയാളത്തിനെ സ്നേഹിക്കുന്നുണ്ട്. അവർ കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിപ്പിച്ചു തരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടീനെ, ഷാഹിന ഖാത്തു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടീനെ, നല്ല അസലായിട്ട് കഥ എഴുതുകയുള്ളൂ മലയാളത്തിൽ. ആസാമിയാണ് ആള്, പക്ഷെ മലയാളത്തിന് അത്ര ഇഷ്ടപ്പെടുന്നു. ഇവിടെ തന്നെ ഇനിയും താമസിച്ചാൽ മതിയെന്ന് എപ്പോഴും പറയലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു, ടീച്ചർ എന്താ വരാത്തതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് നേരം എന്നോട് സംസാരിച്ചു. ഞങ്ങൾക്ക് ഇനിയും ടീച്ചറെ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട്, എന്താ പറയുക, അയാളെ വിട്ടു പിരിയാൻ എനിക്കും കൂടി തോന്നുന്നില്ല. അത്ര ഇഷ്ടമുള്ളൊരു കുട്ടിയാണത്. അപ്പോൾ നിങ്ങളുടെ ഈ മികവുത്സവത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ച വിജയം നേടാൻ ഏറെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ. ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ PV ശാസ്തപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ അഹമ്മദുൽ കബീർ AP മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് വിജയഭാരതി T, ആശ്രയ സെക്രട്ടറി E അബ്ബാസ്, അധ്യാപകരായ റിയ T, ജോയി, സീനത്ത് O, ദിവ്യ M, അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഹമ്മദ് ബഷീർ M, ബ്ലോക്ക് സാക്ഷരതാ കോർഡിനേറ്റർ സന്തോഷ് കുമാർ E, ഓഫീസ് സ്റ്റാഫ് സെക്രട്ടറി മൊയ്തീൻ കുട്ടി M, പ്രേരക സാജിദ P എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പഠിതാക്കളുടെ വിവിധ മികവുകൾ അവതരിപ്പിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തു. സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്ന വേദിയായി മികവുത്സവം മാറി. വാർത്തകളിലേക്ക് മടങ്ങിവരാൻ പ്രേക്ഷകർ ഒരു ചെറിയ ഇടവേള. ₹1 നിലമ്പൂരിൽ 20 ലിറ്റർ ബക്കറ്റ് ഉൾപ്പെടെ ഒരു വലിയ മുറവും ഡസ്റ്റ് പാനും മഗ്ഗും ബേസിനും ഉൾപ്പെടെ 5 ഗൃഹോപകരണങ്ങൾ അടങ്ങുന്ന ഒരു മെഗാ സെറ്റ് ₹1 ജൂലൈ 10-ാം തീയതി മുതൽ ജൂലൈ 14 വരെ നിലമ്പൂരിൽ ആരംഭിക്കുന്ന 199 രൂപയുടെ മഹാത്ഭുതത്തിൽ ആദ്യമെത്തുന്ന 500 പേർക്ക് വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ടോയ്സുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലുമിനിയം, നോൺ സ്റ്റിക് ഗ്ലാസ് വെയർ ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ.
പെട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഇരുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം. വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്, വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്.
ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. വെട്ടാപ്പള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. വീണ്ടും വാർത്തകളിലേക്കാണ്. കളിചിരികൾക്കൊപ്പം കായിക മികവിലേക്ക് കുരുന്നുകളെ നയിക്കുവാൻ പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വേറിട്ട കാൽവെപ്പ്. പഞ്ചായത്തിലെ അംഗൻവാടി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരം ശ്രദ്ധേയമായി. കുട്ടികളിൽ ഫുട്ബോളിനോടുള്ള താല്പര്യവും കായികക്ഷമതയും ചെറുപ്രായത്തിൽ തന്നെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി നടത്തിയത്. കുട്ടികളിൽ കായിക ലഹരി വളർത്തുവാനും മാനസിക ശാരീരിക വികാസം ഉറപ്പാക്കുവാനുമായി പോരൂർ ഗ്രാമപഞ്ചായത്താണ് ഈ വ്യത്യസ്തമായ വേദി ഒരുക്കിയത്. നമ്മുടെ അംഗനവാടിയിൽ ഏകദേശം 300-ലേറെ കുട്ടികളുണ്ട്. അതിൽ അംഗനവാടി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ കാണുന്ന ഈ ഫുട്ബോളിനോടുള്ള ആവേശം, അത് ഒന്ന് അവരുടെ ഫ്രൂട്ട്ഫുള്ളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചെറിയ പ്രായത്തിൽ തന്നെ കലാകായിക മത്സരങ്ങളിൽ അവരെ അഗ്രഗണ്യരാക്കുക എന്ന ഉദ്ദേശത്തോടെ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് ഷാം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ജുൽഫീന, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. കാമിലാമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ അബ്ബാസ് ഹാജി, സാബിറ കരുവാടൻ, N. നാസർ, P. സ്വപ്ന, ഷബാന, ബാലസുബ്രഹ്മണ്യൻ, സൂപ്പർവൈസർ K. ഉമൈസ് തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിലും കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്ന ഇത്തരം വൈവിധ്യമാർന്ന പരിപാടികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫാൻ ഫൈറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ നാട് മൊത്തം ലോകകപ്പ് ആഘോഷിക്കുമ്പോൾ നമ്മളെ മക്കൾക്കും ആ ആവേശം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ തരത്തിലൊരു പരിപാടി നമ്മൾ മുന്നോട്ട് വെച്ചുള്ളത്. നമ്മൾ 33 അംഗനവാടികളുടെയും ടീച്ചർമാരുടെ ഒരു എഫേർട്ടും അതുപോലെ തന്നെ സൂപ്പർവൈസറും മറ്റ് മെമ്പർമാരുടെ എഫേർട്ടോടെ കൂടിയാണ് ഇത്തരം നല്ലൊരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ കുട്ടികൾക്ക് ഇപ്പം തന്നെ ഓരോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലഹരി വേണം, ഒരു ലഹരി അവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് ഈ തരത്തിലൊരു ഫുട്ബോൾ പനയങ്ക 2026 എന്നുള്ള പേരിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനാണ്. വളരെ മാതൃകാപരമായ ഒരു പദ്ധതിയാണ് പോരൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ അംഗൻവാടി കൂട്ടായ്മകൾ ചേർന്ന് നടത്തിയത്. കൊച്ചുകുട്ടികൾ അവർ ആ പന്ത് തട്ടുന്നത് കാണാൻ തന്നെ എന്ത് മനോഹരമായ കാഴ്ചയാണ്. കാരണം അവരുടെ ഈ ഒരു പ്രായത്തിൽ തന്നെ കായിക മേഖലയിൽ അവരുടെ കഴിവ് വളർത്തിയെടുക്കുക, കായിക രംഗത്ത് അവർ താല്പര്യത്തോടു കൂടി മുന്നേറി വരുമ്പോൾ ആരോഗ്യരംഗത്തും അവർക്ക് മികവാർന്ന ഒരു മുന്നേറ്റം ഭാവിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെയൊക്കെ ലക്ഷ്യമിടുന്നത്. ഒപ്പം ലഹരിയുടെ വ്യാപനത്തെ തടയാൻ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ലഹരികളിലേക്ക് കുട്ടികളെ, കായികവും കലയും ഒക്കെ ലഹരിയാക്കി കുട്ടികളിലേക്ക് വളർത്തിയെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് മാതൃകാപരമായ ഒരു പദ്ധതിയാണ് എന്തായാലും പോരൂരിൽ നടപ്പിലാക്കുന്നത്. സ്നേഹയാത്ര കൂട്ടായ്മ ചെമ്പൻകാട് സംഘടിപ്പിച്ച വിജയതിലകം 2026 പരിപാടി നടത്തി. നിരവധിയായ ഉന്നത വിജയികളെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ് നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം AP അനിൽകുമാർ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി നിർവഹിച്ചു. നിങ്ങളുടെ ഈ സ്നേഹക്കൂട്ടായ്മയിൽ അല്പം വൈകിയാണെങ്കിൽ എത്തിയത്, വൈകിയതിന് പ്രത്യേകം ക്ഷമ ചോദിക്കുന്ന ബോധപൂർവ്വം വൈകിയതല്ല. ചില കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ടാണ് വൈകിപ്പോയത്. ഏതായാലും ഇത്രയും സമയം ഞാൻ യഥാർത്ഥത്തിൽ സംഘാടകനെ കണ്ട് മറക്കണം
എല്ലാ കുട്ടികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. +2 SSLC LSS വിവിധ ഉന്നത പരീക്ഷകളിൽ വിജയം നേടിയ 150-ൽ പരം വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. നിസാർ ബീഗം സ്വാഗതം പറഞ്ഞു. രജീഷ് പി അധ്യക്ഷത വഹിച്ചു. സുഷമ ടീച്ചർ, ഫിർദൌസ് ഖാൻ, യൂനുസ് മാസ്റ്റർ, ഷഹബാൻ മമ്പാട്, ഫിയാസ് വി പി, സലീം പനനിലത്ത്, സിദ്ദീഖ് കാമ്പ്രത്ത്, ഡോക്ടർ മുഷരിഫ PT, കുപ്പനത്ത് ഷൗക്കത്ത് എന്നിവർ ആശംസകൾ നേർന്നു. നിഷാദ് അലി AP നന്ദി പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. രണ്ടാമത് വണ്ടൂർ ലിറ്റററി ഫെസ്റ്റിന് ഈ മാസം 16-ന് തുടക്കമാകും. വണ്ടൂർ യത്തീംഖാന സ്കൂളിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം സാഹിത്യകാരൻ PK പാറക്കടവ് നിർവഹിക്കും. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ഇത്തവണ ലിറ്റററി ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് പേരയ്ക്ക ബുക്സുമായി സഹകരിച്ചാണ് ഇത്തവണ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ജൂലൈ 16 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വണ്ടൂർ യത്തീംഖാന സ്കൂളിൽ സാഹിത്യകാരൻ PK പാറക്കടവ് മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിൽ സാംസ്കാരിക സംഗമം, കവിത, കഥ, രചനാ വിതരണം, വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവ നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ സാഹിത്യ ശില്പശാലകൾ, വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി രചനാ മത്സരങ്ങൾ, സിംബോസിയം, സംവാദങ്ങൾ എന്നിവ വിവിധ ഘട്ടങ്ങളിലായി അരങ്ങേറും. ഇത്തവണ ലിറ്റററി ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണം വണ്ടൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള 10 എഴുത്തുകാരുടെ പുസ്തക പ്രകാശനമാണ്. 6 കവിതാ സമാഹാരങ്ങളും 4 കഥാസമാഹാരങ്ങളും ഉൾപ്പെടെ 10 പുസ്തകങ്ങളാണ് ചടങ്ങിൽ പ്രകാശനം ചെയ്യുന്നത്. അബു ഇരിങ്ങാട്ടിരിയുടെ കാറ്റത്തൊരു പൂവിതഴ്, ഹംസ ആലുങ്ങലിന്റെ ഉമ്മ പറഞ്ഞ നുണകൾ, ഗോൾ AP അൻവർ വണ്ടൂരിന്റെ എന്നിട്ടും എന്തേ, ഷിബി മൃദുലാലിന്റെ ആകാശമില്ലാത്ത പറവകൾ, സക്കീന നിലമ്പൂരിന്റെ ഇടമില്ലാത്തവരുടെ ഇടങ്ങൾ, ഫാത്തിമ കളത്തിങ്ങലിന്റെ സത്യത്തിൽ സംഭവിച്ചത്, സൈഫുദ്ദീൻ വണ്ടൂരിന്റെ മൗനത്തിന്റെ മറുവാക്ക്, മിലാസ് മുള്ളമ്പാറയുടെ ചുവന്ന മനുഷ്യരുടെ നഗരം, വിവേക് ആർപോയിലിന്റെ തുഷാരബിന്ദു എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം നടത്തുന്നത്. സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ OM കരുവാരകുണ്ട്, VP ഷൗക്കത്ത് അലി, അബു ഇരിങ്ങാട്ടിരി, PN വിജയൻ, ഹക്കീം ചോലയിൽ, ഹംസ ആലുങ്ങൽ, കുഞ്ഞി മുഹമ്മദ് അഞ്ചച്ചവടി, NN സുരേന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ K അൻവർ സാദത്ത്, പരിപാടിയുടെ ചെയർമാൻ N അലൈവ് ഷിഹാബ്, ജനറൽ കൺവീനർ C മുഹമ്മദ് ഷഫീഖ്, AP അൻവർ, എറാംതുടിക സൈഫുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. വണ്ടൂരിന് മഹത്തായൊരു പാരമ്പര്യമുണ്ട്. അത് നിലനിന്ന് കൊണ്ടുപോകാൻ നമ്മുടെ ഈ ലിറ്റററി ഫെസ്റ്റ് ഒരു സ്ഥിരം വേദിയാകണം എന്നുകൂടി ഞങ്ങൾ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ളൊരു ചുവടുപ്പ് കൂടിയാണിത്. കഴിഞ്ഞ വർഷം നമ്മൾ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയെങ്കിലും അതുമ നിർത്താതെ തുടർന്ന് പോകുന്നതിനുള്ള സ്റ്റെപ്പ് എടുത്തതും ഇതുകൊണ്ട് തന്നെയാണ്. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനസാക്ഷ്യം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന അദാലത്ത് മലപ്പുറത്ത് നടന്നു. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധിയായ പരാതികൾ അദാലത്തിൽ തീർപ്പാക്കി. ഓപ്പറേഷൻ തൂഫാൻ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച MDMA-യുമായി 2 പേർ പിടിയിൽ. ചോക്കാട് സ്വദേശികളെയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. വണ്ടൂർ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തിയതിന്റെ ക്രെഡിറ്റ് എടുക്കുവാൻ തർക്കം. വ്യാപാരി വ്യവസായി സമിതിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ലോട്ടറി തൊഴിലാളിയെ പറ്റിച്ചു. 7000 രൂപ വ്യാജ ടിക്കറ്റ് നൽകി കൈപ്പറ്റി. വണ്ടൂരിലെ ലോട്ടറി തൊഴിലാളി സോമസുന്ദരനാണ് പറ്റിക്കപ്പെട്ടത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം
ഏറ്റവും വിശ്വസ്തയോടുകൂടി തിരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പു നൽകുന്നു. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.